ഹലോ ഗായ്സ്, ഇറ്റ്സ് മീ ബോബ് ഹിയർ. അപ്പോൾ നമ്മളിന്ന് പൂനെയിലാണ് എത്തിയിരിക്കുന്നത്. പൂനെയിൽ നമ്മൾ ഒരു പൂനെ എയർപോർട്ട് ത്രൂ ദുബായ് പോകാൻ വേണ്ടി വന്നതാണ് ആക്ച്വലി. അപ്പോൾ നമ്മൾ ഏതായാലും ഒരു ദിവസം നമുക്ക് ഇന്ന് വൈകിട്ടാണ്, ഇന്നിപ്പോൾ മോർണിംഗ് 10 o'clock ആയി. ഇന്ന് വൈകിട്ടാണ്, വൈകിട്ട് 8:50 ഫ്ലൈറ്റ്. അപ്പം അതുവരെ നമ്മൾ എയർപോർട്ടിൽ പോയി ഇരിക്കാൻ പറ്റില്ല. അപ്പം നമ്മൾ പൂനെ സിറ്റി ഒന്ന് എക്സ്പ്ലോർ ചെയ്യാമെന്ന് വിചാരിച്ചു. അപ്പം നമ്മൾ രാവിലെ എത്തിയിരിക്കുന്നത് ഫുഡ് കഴിക്കാനാണ്. ഇവിടെ ഫുഡ് കഴിക്കാൻ ഞാൻ നോക്കിയപ്പോൾ കണ്ടത് ഒരു നല്ലൊരു റെസ്റ്റോറൻറ്റ് ഉണ്ടായിരുന്നു, വൈശാലി റെസ്റ്റോറൻറ്റ്. അവിടെയാണ് എത്തിയിരിക്കുന്നത്. നമുക്ക് അവിടുത്തെ വിശേഷങ്ങളൊക്കെ നോക്കാം നമുക്ക്. അങ്ങനെ നമ്മൾ അതിരാവിലെ ഭക്ഷണം കഴിക്കാനായി എത്തിയത് വൈശാലി റെസ്റ്റോറൻ്റാണ്. പൂനെയിലെ അത്യാവശ്യം ഫേമസ് ആയ ഒരു വെജ് റെസ്റ്റോറൻ്റാണ് വൈശാലി റെസ്റ്റോറൻറ്റ്. അത്യാവശ്യം നല്ല സീറ്റിംഗ് ഏരിയയോടുകൂടെ അവിടെ നമുക്ക് കാണുവാൻ സാധിക്കുന്നു. അതിനുശേഷം ഞാൻ അവിടെ നിന്ന് ഇരുന്ന് മൈസൂർ മസാല ദോശയാണ് ഓർഡർ ചെയ്തത്, കൂടെ ഒരു ഫിൽറ്റർ കോഫിയും. അതിഗംഭീരമായ ടേസ്റ്റ് ആയിരുന്നു. അപ്പോൾ നമ്മൾ വൈശാലി റെസ്റ്റോറൻറ്റിൽ നിന്ന് ഫുഡൊക്കെ കഴിച്ച് നമ്മളിപ്പോൾ വന്നിരിക്കുന്നത് ശനിവാർ വാഡ എന്ന് പറഞ്ഞ സ്ഥലത്തോട്ടാണ്. ഒരു ഹിസ്റ്റോറിക്കൽ പ്ലേസാണ്. 1700 സംതിങ് കാലഘട്ടത്തിൽ ബിൽഡ് ചെയ്ത ഒരു പ്ലേസാണിത്. അത് നമുക്ക് അതിൻ്റെ ഫ്രണ്ടിലാണ് നമ്മളിപ്പോൾ നിൽക്കുന്നത്. ഇതാണിത്. പേയ്മെൻറ്റ് ചെയ്യേണ്ട വെളിയിൽ QR വെച്ചിട്ടുണ്ട്. QR പേയ്മെൻറ്റ് ചെയ്ത് കഴിഞ്ഞിട്ട് നമുക്ക് ഇവിടുന്ന് ചെക്കിങ് അകത്തോട്ട് പ്രവേശിക്കുന്നതാണ് അവർ. എന്നിട്ട് നമുക്ക് ഇവിടുന്ന് അത്യാവശ്യം കാണാനുള്ള സാധനങ്ങൾ എന്തൊക്കെയാണെന്ന് നോക്കാം. 1732 കാലയളവിൽ പണിത ഒരു ഹിസ്റ്റോറിക്കൽ മോണുമെൻ്റാണ് ശനിവാർ വാഡ. ബജിറാവോ എന്ന പേഷ്വ, അതായത് പ്രൈം മിനിസ്റ്റർ ഓഫ് മറാത്ത എംപയറാണ് ഇതിൻ്റെ സ്ഥാപകൻ. അദ്ദേഹത്തിൻ്റെ താമസത്തിനും അഡ്മിനിസ്ട്രേറ്റീവ് ഹെഡ് ക്വാർട്ടേഴ്സിനും വേണ്ടിയിട്ടാണ് ഇവിടെ ഇത് നിലകൊണ്ടത്. അന്നത്തെ കാലയളവിൽ അതിമനോഹരമായ ഗാർഡൻ ഏരിയയും സിറ്റിംഗ് ഏരിയയും ഉയരം കൂടിയ മതിലുകളുമാണ് ഇതിൻ്റെ ആർക്കിടെക്ചർ. ഞാനവിടെ ചെന്നപ്പോൾ ഗണേശ് ചതുർത്ഥി ഫെസ്റ്റിവലായിരുന്നു. അതിൻ്റെ ബഹളങ്ങളും തിരക്കുകളുമായിരുന്നു റോഡ് എമ്പാകെ. 1773 കാലയളവിൽ നാരായൺ റാവു എന്ന ഒരു പേഷ്വ ഇവിടെ മരണപ്പെടുകയും അദ്ദേഹത്തിൻ്റെ കരച്ചിൽ ഇവിടെ കേൾക്കാമെന്ന ഒരു മിത്ത് ഇവിടെ നിലകൊള്ളുന്നുണ്ട്. കാക്കാമല വാച്വ, അതായത് അങ്കിൾ സേവ് മീ എന്ന ആ നിലവിളിയാണ് ഇവിടെ ഗോസ് ക്രൈങ് എന്ന് അറിയപ്പെടുന്നത്. 1828 ഇവിടെ തീപിടുത്തമുണ്ടാകുകയും ബാക്കി വന്നതാണ് ഇപ്പോൾ ഇവിടെ നിലകൊള്ളുന്നത്. ചില ദിവസങ്ങളിൽ ഇവിടെ ലൈറ്റ് ഷോയും നടത്തി വരാറുണ്ടെന്ന് ഞാൻ കേട്ടു. അതിനുശേഷം നമ്മൾ ഗാർഡൻ വടാപ്പാവിൽ പോയി ഒരു കിടിലൻ വടാപ്പാവും കഴിച്ചു. അപ്പോൾ നമ്മൾ അടുത്ത സ്പോട്ടായ ആഗാ ഖാൻ പാലസിലോട്ട് വന്നേക്കാണ്. നമുക്ക് അധികം സ്പോട്ടൊന്നും കറങ്ങാനുള്ള സമയമില്ല, കാരണം നമുക്ക് എയർപോർട്ടിൽ പോകേണ്ടതായിട്ടുണ്ട്. അപ്പം നമ്മൾ കുറച്ച് സ്ഥലങ്ങളെ പോകുന്നുള്ളൂ. അപ്പം നമ്മളിപ്പോൾ എത്തിയിരിക്കുന്ന ആഗാ ഖാൻ പാലസിലാണ്. ഈ കാണുന്നതാണ് ആഗാ ഖാൻ പാലസ്. ഇവിടെയാണ് ഇതിൻ്റെ പ്രത്യേകത എന്ന് പറഞ്ഞാൽ ഇവിടെ ആയിരുന്നു മഹാത്മാഗാന്ധിയും ഗാന്ധിജിയും കസ്തൂർബ ഗാന്ധിയും ഒക്കെ ക്വിറ്റ് ഇന്ത്യ സമരത്തിൻ്റെ സമയത്ത് ഇംപ്രിസൺ ചെയ്ത സ്ഥലമാണ്. ഇതിൻ്റെ ഉള്ളിൽ കയറിയാൽ കാണാൻ പറ്റുമായിരിക്കും എവിടെയാണെന്നൊക്കെ. എനിക്ക് ഡീറ്റെയിൽ ആയിട്ടല്ല, നമുക്ക് അകത്ത് കയറി കാണാം. ഇവിടെ വെച്ചാണ് 21 മാസങ്ങൾ ഗാന്ധിജിയെ തടവിലാക്കിയത്. ഇവിടെ വെച്ചായിരുന്നു കസ്തൂർബ ഗാന്ധി മരണപ്പെട്ടത്. കസ്തൂർബ ഗാന്ധിയും മഹാദേവ് ദേശായിയും ഇവിടെ വെച്ചാണ് മരണപ്പെട്ടത്. ഈ ആഗാ ഖാൻ പാലസ് വെച്ചാണ്. ഇതാണ് അതിൻ്റെ അകത്തെ കാഴ്ച. ഇവിടെ ഗാന്ധിജിയുടെ ഒരു സ്റ്റാച്ചു നമുക്ക് കാണാൻ സാധിക്കും. ചുമരുകളുടെ അടുത്തായി ക്വിറ്റ് ഇന്ത്യ സമരമുറകളെക്കുറിച്ചും ഓരോ ഇൻസിഡൻസിനെ കുറിച്ചും നമുക്ക് വ്യക്തമായി വായിച്ച് മനസ്സിലാക്കി പഠിക്കാനുള്ള ഒരു അവസരം കൂടി ഈ പാലസിൽ ഇപ്പോൾ സ്ഥാപിച്ചിട്ടുണ്ട്. ഈ മുറിയിൽ നമുക്ക് ഒരു പഴയ റേഡിയോ കാണുവാനിടയായി. പണ്ട് ക്വിറ്റ് ഇന്ത്യ സമരത്തിൽ ജനങ്ങളോട് റേഡിയോ വഴി സംസാരിക്കുമായിരുന്നു നിരന്തരമായി. അതിൻ്റെ ഒരു ഓർമ്മയ്ക്കായിട്ടാണ് ഇതിങ്ങനെ ഇവിടെ വെച്ചിരിക്കുന്നത്. ഇപ്പോഴും ആ സ്പീച്ച് നമുക്ക് അതിൽ കൂടെ കേൾക്കാൻ സാധിക്കുന്നതാണ്.
ഈ റൂമിൽ വെച്ചാണ് ഗാന്ധിജീനെ കസ്തൂർബാ ഗാന്ധിയും പ്രസന്റ് ചെയ്തത്. കസ്തൂർബാ ഗാന്ധി മരണപ്പെട്ടതും ഈ മുറി വെച്ച് തന്നെയായിരുന്നു. ഇവിടെയായിരുന്നു രണ്ടുപേരും പ്രസന്റ് ചെയ്തത്. ഇവിടെ വെച്ച് തന്നെയാണ് കസ്തൂർബാ ഗാന്ധി മരണപ്പെട്ടതും കസ്തൂർബാ ഗാന്ധിയും ഗാന്ധിജിയും ഇരിക്കുന്ന ഒരു പിക്ചർ അവിടെ നമുക്ക് കാണാൻ സാധിക്കും. കസ്തൂർബാ ഗാന്ധിയുടെ സ്മാരകം കാണാൻ സാധിക്കും. ഇവിടെ ഡീറ്റെയിൽ ആയിട്ട് എഴുതി വെച്ചിട്ടുണ്ട് കസ്തൂർബാ ഗാന്ധി എന്നാണ് മരണപ്പെട്ടത്. അതേപോലെ ഗാന്ധിജിയുടെ സെക്രട്ടറിയായ മഹാദേവ് ദേശായി എന്നാണ് മരണപ്പെട്ടതെന്നും അദ്ദേഹം ഹാർട്ട് അറ്റാക്ക് മൂലം മരണപ്പെടുകയും 22 ഫെബ്രുവരി 1944 കസ്തൂർബാ ഗാന്ധി മരണപ്പെടുകയും ചെയ്തു. ഇവിടെ കസ്തൂർബാ ഗാന്ധിയുടെ നമുക്ക് സ്മാരകം കാണാൻ സാധിക്കുന്നതാണ്. മഹാത്മാഗാന്ധിയുടെ ആഷസ് മരണപ്പെടുക കത്തിച്ചു കഴിഞ്ഞിട്ടുള്ളതിൻ്റെ ആഷസ് ഇവിടെയാണ് സമർപ്പിച്ചിരിക്കുന്നത്. പിന്നെ ഇവിടെ കസ്തൂർബാ ഗാന്ധിയുടെയും നമുക്ക് കാണുവാൻ സാധിക്കുന്നുണ്ട്. അപ്പോൾ അത്രേ ഉള്ളൂ ആഗാഖാൻ്റെ വിശേഷങ്ങൾ. ഇത് കഴിഞ്ഞിട്ട് നമ്മൾ നേരെ എയർപോർട്ടിലോട്ട് പോകണം. ടൈം കുറവാണ്, അതുകൊണ്ട് ഇത്ര പ്ലേസൊക്കെ നോക്കാൻ ഇന്നൊരു ദിവസം കിട്ടിയുള്ളൂ. ഇന്ന് പിന്നെ ഇവിടെ ഫെസ്റ്റിവലൊക്കെ ആയിട്ട് പല റോഡും ബ്ലോക്കാണ്. പിന്നെ പലയിടത്തും പോകാൻ പറ്റിയില്ല. സൂവിലൊക്കെ പോകാൻ നോക്കി. സൂവിൽ ചിലപ്പം അവിടെ ക്ലോസ്ഡ് ആയിരുന്നു. പിന്നെ വേറൊരു സ്ഥലത്ത് പോയി അവിടെ പണി നടക്കുമായിരുന്നു. അങ്ങനെ സത്യം പറഞ്ഞാൽ 3G ആയെന്ന് പറയാം. അപ്പം നമ്മൾ ഇനിയും എയർപോർട്ടിലോട്ട് പോകാം. എയർപോർട്ടിൽ പോയിട്ട് അവിടെ നമുക്ക് നേരെ ഫ്ലൈ ചെയ്യാം. അത് വേറെ വീഡിയോ ആയിട്ടായിരിക്കും അപ്ലോഡ് ചെയ്യുന്നത്. അപ്പോൾ അത്രേ ഉള്ളൂ നമ്മുടെ പൂനെ വിശേഷങ്ങൾ. അപ്പോൾ ബൈ ഗൈസ്, ചൂസ്.